പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മാറുവാൻ സാധിച്ചതിലും പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി 2023 ജനുവരി മാസമാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ആ ടൈമിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. എനിക്ക് ജോലിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ഞാൻ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് പോയി 4ാമത്തെ ദിവസം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും എനിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. ഇതാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം. അതിനുശേഷം ആ വർഷം തന്നെ ഡിസംബർ മാസം 2-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഉടമ്പടി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നതുകൊണ്ട് എനിക്ക് ഉടമ്പടിയുടെ റൂൾസ് ഒന്നും നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ ജർമ്മനിക്ക് പോകുവാൻ ട്രൈ ചെയ്യുകയും ജർമ്മൻ പഠിക്കുകയും ജർമ്മൻ എക്സാം ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാൻ പ്രതീക്ഷ പോലെ റിസൾട്ട് അല്ല എനിക്ക് ലഭിച്ചത്. അതിനുശേഷം എൻ്റെ അമ്മ പറഞ്ഞു, ഉടമ്പടി പുതുക്കി നീ പ്രാർത്ഥിക്കുക, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഉറപ്പായും പാസ്സാക്കി തരുമെന്ന്. പക്ഷേ എനിക്ക് ഡൗട്ടായിരുന്നു, ഉടമ്പടി പുതുക്കിയാൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. എന്നിരുന്നാലും ഞാൻ ധൈര്യമായി തന്നെ ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി പുതുക്കി ഞാൻ എഴുതിയ എൻ്റെ സ്പീക്കിംഗ് എക്സാം എനിക്ക് വളരെ അനായാസമായി പാസ്സാവാൻ സാധിച്ചു. പക്ഷേ എൻ്റെ ലാസ്റ്റ് ഒരു മൊഡ്യൂൾ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് പാസ്സാവാൻ പറ്റിയിരുന്നില്ല. ഞാൻ 2 തവണ എഴുതിയിട്ടും എനിക്ക് 60 മാർക്കിന് പകരം 57 മാർക്കാണ് 2 തവണയും കിട്ടിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റ് എന്നെ വളരെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വിശേഷവതിയായി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ആവുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ടൈം പ്രാർത്ഥനയ്ക്കും മറ്റും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ടൈം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ ടൈം പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും യേശുവിനോടും മറ്റു കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ കൂടുതൽ ടൈം കണ്ടെത്തി. അതുമാത്രമല്ല സാക്ഷ്യങ്ങൾ ഞാൻ കൂടുതൽ കേൾക്കുവാനും തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ ഡേറ്റിന് വേണ്ടി കുറേ നോക്കിയപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി എനിക്ക് ഡേറ്റ് കിട്ടി. ആ ഡേറ്റ് കിട്ടി. എനിക്ക് ട്രിവാൻഡ്രത്താണ് ഡേറ്റ് കിട്ടിയിരുന്നത്. ഞാൻ ആ എക്സാമിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ്, ഞാൻ ഈ എക്സാമിന് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തന്നെയെന്ന് ഞാൻ മാതാവിനോട് ഭയങ്കര അതിയായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കാശുരൂപം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എക്സാം ഹാളിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് 2 ഇൻവിജിലേറ്റേഴ്സാണ് എക്സാം ഹാളിൽ ഉണ്ടായിരുന്നത്. ആ 2 സാറുമാർ ഇട്ട ഷർട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് പച്ചയും നീലയും കളർ ഷർട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് അടയാളം തന്നു എന്ന്. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും, മാതാവ് ഈ ക്വസ്റ്റ്യൻ എൻ്റെ എക്സാമിന് വന്നിരുന്നെങ്കിൽ. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഏത് ക്വസ്റ്റ്യനാണോ ആഗ്രഹിച്ചത് ആ ക്വസ്റ്റ്യനാണ് എനിക്ക് അന്ന് എക്സാമിന് ചോദിച്ചത്. ആ മൊഡ്യൂൾ തന്നെ പിന്നത്തെ മാസം ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരിൽ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. ആ എക്സാമിന് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഈ എക്സാം എഴുതുമ്പോൾ മാതാവാണ് എൻ്റെ ആൻസർ ഷീറ്റ് മേടിച്ചിട്ട് മാതാവ് അത് പച്ചമഷി കൊണ്ട് മാതാവ് അത് കറക്റ്റ് ചെയ്ത് തന്നാലും ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ആദ്യത്തെ മൊഡ്യൂളിൽ ഞാൻ എനിക്ക് 60 മാർക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സ്ഥാനത്ത് മാതാവ് എനിക്ക് 70 മാർക്ക് നൽകുകയും ചെയ്തു. 2ാമത്തെ മൊഡ്യൂളിൻ്റെ മാർക്ക് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. 57 മാർക്കിൽ നിന്ന് ഞാൻ 60 മാർക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവ് എനിക്ക് ആ മൊഡ്യൂളിൽ 100ൽ 100 മാർക്ക് നൽകി മാതാവ് ആ മൊഡ്യൂളിൽ എന്നെ പാസ്സാക്കി എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുക്കുകയും എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുകയും ചെയ്തു. എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. അതുമൂലം എനിക്ക് വളരെ ടെൻഷൻ ഉണ്ട്. കാരണം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആകുമ്പോൾ അവരുടെ അടുത്ത് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ 100 പേര് കൂടുതൽ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ അവരാകെ കുറച്ച് പേര് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തും യേശുവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചു, നിങ്ങൾ 2 പേരും എൻ്റെ ഇൻ്റർവ്യൂവറായിട്ട് വന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നെന്ന് ഞാൻ അവരുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം വന്നപ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും കൂടാതെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയും അവർ സെലക്ട് ചെയ്ത വരിൽ ഒരാളെ
എനിക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതുപോലെ ഞാൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൻ്റെ ടൈമിൽ ഞാൻ ടി വിയുടെ മുമ്പിൽ എൻ്റെ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, വിസയ്ക്ക് യാതൊരു തടസ്സവും വരരുതേ എന്ന്. അതിൻ്റെ ഫലമായി യാതൊരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റൻഡ് തന്നെ എൻ്റെ വിസ റിജക്ഷൻ ഒന്നും കൂടാതെ എനിക്ക് വിസ ലഭിച്ചു. ഈ മാസം 26-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോകുകയാണ്. ഇതാണ് എനിക്ക് ലഭിച്ച രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ തലയിൽ ചെറിയൊരു കുരു ഉണ്ടായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചിട്ടും അതിന് വല്ല മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ടൈമിലാണ് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുരു പൂർണ്ണമായി സുഖപ്പെടുകയും ഉണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ലഭിച്ച മൂന്നാമത്തെ അനുഗ്രഹം. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് വിശ്വാസത്തിലും മറ്റും കൂടുതൽ ആഴപ്പെടുവാൻ സാധിച്ചു. ഈശോയോടുള്ള ഈശോയുടെ സ്നേഹത്തിൽ കൂടുതൽ വളരുന്നതിൻ്റെ ഫലമായി എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും കുർബാനയിൽ മറ്റും പങ്കെടുക്കുവാനുള്ള ആഗ്രഹവും തീക്ഷ്ണതയും ഉണ്ടായി. മാത്രമല്ല വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനും വചനം എഴുതി പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ ലഭിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ പത്രം വിതരണം ചെയ്യുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ടായിരുന്നു. ഞാൻ പത്രം വെറുതെ വിതരണം ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി എല്ലാ പത്രങ്ങളിൽ വയ്ക്കുകയും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ പത്രം വിതരണം ചെയ്തിരുന്നത്. കാരുണ്യ പ്രവൃത്തിയായി ഞാൻ ചെയ്തത് ഓൾഡ് ഏജ് ഹോമിലും ഓർഫനേജസിലും പോയി അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഇതുപോലെ ഓൺലൈനിൽ ജെന്യുവിനായിട്ട് കാണുന്ന ആവശ്യമുള്ളവർക്കും ഞാൻ പൈസ കൊടുത്ത് ഇതുപോലെ സഹായിച്ചിരുന്നു. ഇത്ര വലിയ അനുഗ്രഹം യേശുവിൽ നിന്ന് എനിക്ക് വാങ്ങി തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഞാൻ 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. അനീറ്റ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എന്ന അടിസ്ഥാനത്തിൽ 100-ൽ 100 മാർക്ക് കിട്ടി ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ ഏറ്റു പറഞ്ഞത്. തൻ്റെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ സ്ട്രെസ്സും സങ്കടങ്ങളും മൂലമാണ് അമ്മയുടെ ഒരു പ്രചോദനം കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ജോലിയിലൊരു വ്യത്യാസമുണ്ടാവുകയും തൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തതിന് കാരണമായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നമുക്ക് ആദ്യമായി ഇനീഷ്യലി നമ്മൾ ഉടമ്പടി 3 മാസത്തേക്കായി എടുത്തു കഴിഞ്ഞ് ഉടനെ നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്, ഒരു ഇൻസെൻറ്റീവായി കിട്ടുന്ന വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. അതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നമുക്ക് വിശ്വസ്തയോടുകൂടി മുന്നോട്ട് മുന്നേറുവാനുള്ള ഒരു പ്രചോദനവും പ്രേരണയും ലഭിക്കുന്നു എന്ന് ഒരുപാട് മക്കളുടെ സാക്ഷ്യം ഇവിടെ ഏറ്റു പറയുന്നുണ്ട്. അനീറ്റയ്ക്ക് അതൊരു പ്രചോദനമായി, ഒരു വലിയ മറ്റുള്ളവർക്കും തനിക്ക് തന്നെ ഒരു വലിയ പ്രേരണയായി. അതുപോലെ തന്നെ ജർമ്മൻ പരീക്ഷയുടെ സമയത്ത് ഒരു 3 മാർക്കിനാണ് മകൾ തോറ്റുകൊണ്ടിരുന്നത്. 57 മാർക്കിൽ നിന്ന് 60 മാർക്ക് ചോദിച്ചപ്പോൾ അത് 70ആയി. 70-ൽ നിന്ന് 100-ൽ 100 ഒരു 10% മാർക്ക് ലഭിച്ച ഒരു സാക്ഷ്യത്തിനെ അനീറ്റ ചെയ്ത ചില കൈപ്പൊടികളെക്കുറിച്ചാണ് അനീറ്റ ഇവിടെ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിശേഷവിധിയായി എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അനീറ്റയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്, നീ ചെയ്യുന്നത് ഇരട്ടിയായി ചെയ്യുക. തൻ്റെ ജപമാലകളുടെ എണ്ണം വർദ്ധിച്ചു, തൻ്റെ വിശുദ്ധ ദിവ്യബലിയിലുള്ള ഭക്തിയും ഈശോയോടുള്ള സ്നേഹവും വർദ്ധിച്ചു. ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും എല്ലാം ഇരട്ടിയാക്കി. അങ്ങനെ ഈശോയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് ഈശോയോട് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് അനീറ്റ പ്രകടിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയുന്നത് അതാണ്, ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തു പ്രയോജനം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നാം കൊടുക്കുകയാണ് എൻ്റെ വിശേഷവിധിയായി ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവരും വിജാതീയരും അങ്ങനെ തന്നെ നോർമലായി ചെയ്യുന്നുവല്ലോ. നിന്നെ സ്നേഹിക്കുന്നവരോട് നീയും സ്നേഹിക്കുന്നെങ്കിൽ നീ വിശേഷവിധിയായി എന്തു ചെയ്യുന്നു? നിൻ്റെ ശത്രുക്കളെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലെന്താണ് ഇത്ര വലിയ മഹിമ എന്ന് ഈശോ നമ്മോട് ചോദിക്കുന്നതിൻ്റെ ഉത്തരമായി അനീറ്റ വളരെ സക്കേവൂസിനെ പോലെ തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
തൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കപ്പുറം ആഗ്രഹിച്ചതിലും കൂടുതൽ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രചോദനകരമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു വലിയ കാര്യമാണിത്. ഞാനെപ്പോഴും ഈശോയ്ക്ക് ഇരട്ടിയായി നൽകുമ്പോൾ ഈശോ എനിക്ക് ഇരട്ടിയിലധികം നിനക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് നിൻ്റെ മടിയിലിട്ട് തരും എന്ന് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2845 വാഗ്ദാനങ്ങളിൽ ഒരുപാട് നമുക്ക് എണ്ണിപ്പറഞ്ഞാൽ മതിയാവാത്ത, തീരാത്ത, കൊടുത്തു തീരാത്ത, കടം വീടാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ നമുക്ക് കൃപയായി അഭിഷേകമായി നൽകുന്നത്. അനീറ്റയുടെ ഈ സാക്ഷ്യത്തിനെ നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ സമാനമായ എല്ലാ പ്രതിസന്ധികളെയും, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെയും, വിസ പ്രോസസ്സിങ്ങിൽ തടസ്സം നിൽക്കുന്ന മക്കളെയെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക് പരിശുദ്ധമ്മയ്ക്ക് നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.